അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുദേവൻ ബത്ലഹേമിലെ പുൽത്തൊടിയിൽ ജനിച്ചു എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നതും അദ്ദേഹം വന്നതിന് ശേഷം ലോക ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് ഭാഗിച്ചു. ബിഫോർ ക്രൈസ്റ്റ് എന്നും അദ്ദേഹത്തിന് ശേഷമുള്ള കാലഘട്ടം എന്നും. ആ ഒരു കലണ്ടറാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെയിൻറ്റ് പോൾ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, നിങ്ങൾക്ക് ഒരു മലയെ മാറ്റുവാനായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിലും അതിലുമുപരിയായിട്ടുള്ള ഹോപ്പ്, പ്രത്യാശ ഉണ്ടെങ്കിലും സ്നേഹം ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനം ഇന്ന് ഇല്ല എന്നാണ് യേശുദേവൻ പഠിപ്പിച്ചത്. അപ്പോൾ വിശ്വാസത്തെക്കാളും പ്രത്യാശയെക്കാളും ഏറ്റവും ഉപരിയായിട്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ് അദ്ദേഹം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. എൻ്റെ ചാനലിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാനൊരു ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളാണ്, വിമർശകനാണ്. അത് ആശയപരമായിട്ടുള്ള ക്രിറ്റിസിസമാണ്. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ, മതപരമായ വിഷയങ്ങളൊക്കെ വിമർശിക്കുകയും അതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയും സർവ്വസാധാരണമാണ്. അത് നമ്മുടെ മാനവകുലത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ക്രിസ്തുദേവനിലേക്ക് തിരിച്ചു വരുമ്പോൾ യേശു ക്രിസ്തു വരവിനെ പറ്റി പഴയ നിയമത്തിലും പലപ്പോഴും പ്രതിപാദിച്ചിരിക്കുന്നതാണ്. ഏശയ്യയുടെ പുസ്തകത്തിലും യൂനോക്കിൻ്റെ പുസ്തകത്തിലൊക്കെ അങ്ങനെയുള്ള പ്രതിപാദിച്ചിരിക്കുന്ന പല വചനങ്ങളും നിലനിൽക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ പല യൂട്യൂബ് ചാനലുകളിലും നമ്മൾ പരിധി നോക്കിയാൽ എന്താണ് യേശുദേവൻ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്, അത് ഹീലിംഗ്, ട്രാൻസ്ഫോർമേഷൻ. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കപടമായ മുഖം പലപ്പോഴും നമുക്ക് പുറത്ത് കാണിക്കാം. ആ യൂട്യൂബിൽ തന്നെ എടുക്കുന്നുണ്ട്, കാപ്പട്യം നിറഞ്ഞ് ഇതുപോലെയുള്ള പ്രവൃത്തി, ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. എന്നാൽ യഥാർത്ഥമായ ഒരു വലിയൊരു ഭാഗം സത്യസന്ധമായിട്ട് പറയുന്ന വ്യക്തികളെയും നമുക്ക് കാണാം. സൗഖ്യം ലഭിച്ചവർ, ശാരീരികമായിട്ട്, ആത്മീയമായിട്ട്, മാനസികമായിട്ട് സൗഖ്യം ലഭിച്ചവർ, ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചവർ, ട്രാൻസ്ഫോർമേഷൻ. യേശു ക്രിസ്തു അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതായത് അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ സത്യസന്ധതയോടെ പറയുന്നവരെ, അത് മതത്തിനും രാഷ്ട്രീയത്തിനും ഭൂമിശാസ്ത്രത്തിനും അതീതമായിട്ട് പറയുന്നവരെയും നമുക്ക് ഈ യൂട്യൂബ് ചാനലുകളിൽ അവരുടെ വ്യക്തിപരമായ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇന്നേ ദിവസം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവിധ വിരോധങ്ങളും വിദ്വേഷങ്ങളും എല്ലാം മാറ്റിവെച്ച് എല്ലാവരും സാഹോദര്യത്തോടും മാനവികതയോടും കൂടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു.